ഇപ്പോൾ ജാനുവൊക്കെ ഒരു BJPയുടെ പാളത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എങ്കിലും കേരളത്തിൽ ഭൂമിയില്ലാത്ത മുഴുവൻ ആൾക്കും കൊടുക്കാനുള്ള ഭൂമി കേരളത്തിലുണ്ട്. അത് കുറേ ഊഹക്കച്ചവടക്കാരുടെ കയ്യിൽ, കുറേ വ്യാജരേഖകളുടെ ഭൂമി കൈവശിച്ചിരിക്കുന്ന തോട്ടോടമകൾ, പിന്നീട് വന്ന LDF ഗവൺമെൻറ് എന്ത് നയമാണ് സ്വീകരിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ ഉത്തരവിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ അഥവാ ബ്രോച്ച എന്ന് പറയുന്നൊരു വ്യവസായ പ്രമുഖൻ വയനാട്ടിൽ ഈ പറയുന്ന 1000 ഏക്കർ ഭൂമി ഈ കാറ്റഗറിയിൽ നിന്ന് വിലക്ക് വാങ്ങിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ആദിവാസികൾ ഓടിച്ചു വിട്ടതാണ്. മുത്തങ്ങ സമരം കഴിഞ്ഞിട്ട് 2 പതിറ്റാണ്ട് പിന്നിടുന്നു. ഇപ്പോഴും ആദിവാസികളടക്കമുള്ള പിന്നോക്ക മേഖലയിലെ പൊതു അവസ്ഥ എങ്ങനെയാണ് കാണുന്നത്? ഭൂമിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുക തന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ 2000-2001 ആകുമ്പോഴത്തേക്ക് CK ജാനുവിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് കുറച്ചുകൂടി വിപുലീകരിക്കപ്പെട്ടു. ദളിത് യുവാക്കളുടെയും അതുപോലുള്ള വിഭാഗങ്ങളുടെയൊക്കെ വലിയ പിന്തുണ ആർജിച്ചു. ആദിവാസികളുടെ കുടിലുകെട്ട് സമരം, ആദിവാസി ഗോത്രമഹാസഭയുടെ ആവിർഭാവം തുടങ്ങിയതൊരു ആദിവാസികളുടെ ഒരു മാസ് മൂവ്മെൻ്റായി എന്നുള്ളത് മാത്രമല്ല, ഈ ആദിവാസി സമൂഹത്തിൽ തന്നെ 10-40 കമ്മ്യൂണിറ്റി ഉണ്ട് എങ്കിലും അതിൽ അതിപിന്നോക്കം നിൽക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ഭൂരിപക്ഷം പേര് അവരാണ്. പണിയർ, അടിയർ, കാട്ട് നായ്ക്കർ തുടങ്ങിയ വിഭാഗങ്ങൾ. ഇവരാണ് യഥാർത്ഥത്തിൽ ഭൂരഹിതരായിട്ടുള്ള ആളുകൾ. ഒരു ചെറു വിഭാഗം കുറിച്യർ, മലയരർ തുടങ്ങിയ വിഭാഗങ്ങൾ ഭൂമിയുള്ളവരും തരമേന തൊഴിലവസരങ്ങളിൽ കയറിപ്പറ്റാൻ കഴിഞ്ഞവരാണ്. പലപ്പോഴും ഇവരെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് സർക്കാർ ഉദ്യോഗങ്ങളിൽ നിങ്ങളുണ്ടല്ലോ എന്നൊക്കെ പറയാറ്. സമയ പ്രക്ഷോഭം അതിൻ്റെ ഒരു പാർട്ടായിരുന്നു. ഭരണകൂടം അതിനെ തുറന്ന നിലയിൽ അംഗീകരിക്കുന്നതിന് പകരം, അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പല സാമൂഹിക വിഭാഗങ്ങളുടെ മുന്നേറ്റങ്ങൾ പല കാലഘട്ടം നമുക്കറിയാമല്ലോ. അവർക്കുള്ള ഭരണഘടനാപരമായുള്ള അവകാശങ്ങൾ, പ്രത്യേകിച്ചും ഭൂമി, വിദ്യാഭ്യാസം, തൊഴിൽ, ട്രൈബൽ ഓട്ടോണോമി അംഗീകരിക്കുന്നതിനുള്ള വിമുഖത അന്നും ഇന്നും ഗവൺമെൻറ്റുകൾക്കുണ്ട്. അതുകൊണ്ട് അതിനെ പോസിറ്റീവായി സമീപിക്കുന്നതിന് അടിച്ചമർത്ത സമയമാണ് മുത്തങ്ങയിലുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന AK ആൻ്റണി ഗവൺമെൻറ് ആയിരുന്ന പല ആളുകളും ഇതോടുകൂടി പ്രസ്ഥാനം അവസാനിപ്പിക്കുന്ന എന്നാണ് വിചാരിച്ചിരുന്നതെങ്കിലും അത് അവസാനിച്ചിട്ടില്ലെന്നുള്ള മാത്രമല്ല, പിന്നീട് ചങ്ങറ, അരിപ്പ തുടങ്ങിയ ഭൂസമരങ്ങളിലൂടെ അതിനെ വ്യാപ്തി കയറുകയും കേരളത്തിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള തോട്ടം ഭൂമി, ഹാരിസൺ എസ്റ്റേറ്റ് പോലുള്ളത് ഉണ്ട് എന്ന് പിന്നെ സർക്കാർ റിപ്പോർട്ടുകളിൽ പുറത്ത് വരികയും ചെയ്തു. ഇതോടുകൂടി കേരളത്തിൽ ഭൂമി പ്രശ്നം ഒരു പൊതുപ്രശ്നമാണെന്ന് പൊതുസമൂഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞു. പിന്നീട് കേരളത്തിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള ഭൂമി ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടു. അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു വന്ന ആദിവാസികൾ ബോധപരമായി വലിയ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. ബോധപരമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടൊപ്പം ഒരു അവകാശബോധം, ഞങ്ങൾക്കും ഒരു രാഷ്ട്രീയ ശക്തിയാകണം എന്നുള്ളത്. ഇപ്പോൾ ജാനുവൊക്കെ ഒരു BJPയുടെ പാളത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എങ്കിലും ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഞങ്ങൾ കൂടി ഒരു പങ്ക് വേണം എന്നൊക്കെ പറയുന്ന തരത്തിൽ ഉള്ളൊരു ചിന്ത വളരെ വിപുലമായിട്ട് അതിനകത്തുണ്ട്. അതിനേക്കാളേറെ ആ ഒരു ജനറേഷൻ, ഭൂമിക്ക് വേണ്ടി സമരം ചെയ്ത ജനറേഷനിൽ നിന്ന് ആദ്യത്തെ ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ്, പഠിതാക്കളും വളർന്നു വന്നു. അപ്പോൾ ആ തലമുറയുടെ മക്കളെല്ലാം തന്നെ ഇന്ന് നല്ല വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവരും അവരെല്ലാം തന്നെ ഉന്നത വിദ്യാഭ്യാസം വരെ തേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ആദിശക്തി സമ്മർ സ്കൂൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വരെ ഗോത്രമാസയുടെ ഭാഗമായിട്ട് രൂപം കൊടുക്കുകയും കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സ്ട്രഗിൾ മറ്റൊരു രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും പ്രശ്നങ്ങളാണ്. ഭൂമിയുടെ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ കിടക്കുമ്പം അവിടെ ഭയങ്കരമായിട്ടുള്ള സാമൂഹികമായുള്ള ഒഴിവാക്കൽ, സോഷ്യൽ എക്സ്ക്ലൂഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. സംവരണം കൃത്യമായി പാലിക്കപ്പെടുന്നില്ല, അവരുടെ ഗ്രാൻറ്റുകൾ കൃത്യമായി കൊടുക്കുന്നില്ല തുടങ്ങിയ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മുത്തങ്ങയ്ക്ക് ശേഷം തുടർച്ചയായിട്ടുള്ള ഒറ്റപ്പെട്ട സമരങ്ങൾ പലയിടത്തായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത ഒരവസ്ഥ തന്നെയല്ലേ നിലനിൽക്കുന്നത്? ഉറപ്പായിട്ടും. അത് കാരണം ഞാനിത് പറഞ്ഞിപ്പം സാമൂഹികമായിട്ടുള്ള ഒരു വളർച്ച, അല്ലെങ്കിൽ പൊതുവിൽ ഭരണകൂടവും ഗവൺമെൻറ് വക്താക്കളും എല്ലാ വികസനത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഭൂമിയില്ലാത്തവർക്ക് ഭൂമി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വികസനത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് എടുക്കേണ്ടത്. അല്ലാതെ ഒരു വികസനം കഴിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോഴും കേരളത്തിൻ്റെ ഒരു വലിയൊരു വിഭാഗം അപ്പം അന്ന് കൃഷിഭൂമി കർഷകനെന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്ന ഭൂമി കിട്ടിയവരൊന്നും ഇന്ന് യഥാർത്ഥ കൃഷിക്കാരല്ല. അവരുടെ ഒരു 2ാം ജനറേഷനെല്ലാം തന്നെ ഇന്ന് മറ്റ് സേവന മേഖലയിൽ തൊഴിൽ തേടി പോകുന്നവരാണ്. ഭൂമി യഥാർത്ഥത്തിൽ ബാങ്കിൽ പ്ലഡ്ജ് ചെയ്യാനൊക്കെയുള്ള ഉപാധി മാത്രമായി മാറിയിട്ടുണ്ട്. വേറൊരു വിഭാഗം റിയൽ എസ്റ്റേറ്റ് വിഭാഗങ്ങൾ. അതോടൊപ്പം തന്നെ ഭൂമിയും വിഭവങ്ങളും, പ്രകൃതി വിഭവങ്ങൾ, അത്
നദികളായിരിക്കാം, സമുദ്രമായിരിക്കാം, മറ്റുപോലുള്ള കാടുകളായിരിക്കാം, അതൊക്കെയായിരിക്കും. ഇത്തരം റിസോഴ്സ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികൾ എന്നുള്ള നിലയിൽ വലിയ വിഭാഗമുണ്ട്. പ്രത്യേകിച്ചും ആദിവാസികൾ, ദലിതർ, മത്സ്യത്തൊഴിലാളികൾ, തോട്ടം തൊഴിലാളികൾ, ഇങ്ങനെയുള്ള വലിയൊരു വിഭാഗം ദരിദ്രവൽക്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതും കൂടി ഇതിനൊരു മറുവശമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും ഇത്തരം കമ്മ്യൂണിറ്റികൾ, പ്രത്യേകിച്ചും ദലിതരുടെയും ആദിവാസികളുടെ ഇടയിൽ ഒരു മഹാഭൂരിപക്ഷവും പഴയ കാലഘട്ടത്തിലുള്ള തരത്തിലുള്ള ലേബർ കോളനികളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു രീതിയിൽ കേരളത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റികളിലുള്ള ഒരു 3/4 ഭാഗം ഈ കോളനികളിലാണ്. കേരളത്തിൽ ഇത്തരം ക്യാമ്പുകൾ ഏതാണ്ട് ഒരു 50,000 എണ്ണമൊക്കെ ഉണ്ടെന്ന് നമുക്കൊരു ഊഹക്കണക്ക് പറയാം. കാരണം 26,000 എണ്ണം പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളുണ്ട് എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ കണക്കാണ്. പിന്നെ അതുകൂടാതെ ലക്ഷം വീട് കോളനികളുണ്ട്, അതല്ലാതെ പുറമ്പോക്കിൽ താമസിക്കുന്നവരുണ്ട്. ഇതുകൂടാതെയാണ് മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള അത്തരത്തിലുള്ള പോലെ ലയങ്ങൾ വേറെ. അങ്ങനെ എടുക്കുമ്പോൾ പക്ഷേ 50,000-ലധികം ചേരികളും ലയങ്ങളും കോളനികളും കേരളത്തിലുണ്ട് എന്നുള്ളൊരവസ്ഥയുണ്ട്. ഇത് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ചോദ്യചിഹ്നമാണ്, പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നമാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ഇവർക്ക് എല്ലാവർക്കും ഭൂമി കൊടുത്താണോ നിങ്ങൾ പുനരധിവസിപ്പിക്കണം എന്ന് പറയുന്നത്? എല്ലാവർക്കും ആണെന്നല്ല, പക്ഷേ കേരളത്തിൽ ഭൂമിയില്ലാത്ത മുഴുവൻ ആൾക്കും കൊടുക്കാനുള്ള ഭൂമി കേരളത്തിലുണ്ട്. അത് കുറേ ഊഹക്കച്ചവടക്കാരുടെ കയ്യിൽ, കുറേ വ്യാജരേഖകളുടെ ഭൂമി കൈവശിച്ചിരിക്കുന്ന തോട്ടോടമകൾ, ഇവരുടെ കയ്യിൽ നിന്ന്. ഇവരിന്നെല്ലാം തന്നെ സർക്കാരിന് പാട്ടം പോലും കിട്ടുന്നില്ല എന്നുള്ളൊരു കഥ ഈയിടെ പുറത്തു വന്നല്ലോ. ഒരു 100,000 കോടിയിലധികം രൂപ ഇവരുടെ നിയമാനുസൃതം കിട്ടേണ്ട പാട്ടക്കുഴിശ്ശിക തന്നെയുണ്ട്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം എസ്റ്റേറ്റ് ഉടമകളും ബ്രിട്ടീഷുകാർ ഇട്ടേച്ചു പോരുന്ന തോട്ടങ്ങൾ വ്യാജമായി രേഖയുണ്ടാക്കിയിട്ട് കൈവശം വെക്കുന്നവരാണെന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോൾ വയനാട്ടിൽ 60 എസ്റ്റേറ്റുകളുണ്ട്, ഹാരിസൺ ഉൾപ്പെടെയുള്ളവർ. ഇതെല്ലാം തന്നെ നിയമാനുസൃതം സർക്കാരിൽ നിക്ഷിപ്തമാക്കേണ്ടതാണ്. ഈ എസ്റ്റേറ്റുകളുടെ കണക്ക് വെച്ചാണ് ഡോക്ടർ രാജമാണിക്യത്തിൻ്റെ റിപ്പോർട്ടിൽ 5 ലക്ഷം ഏക്കർ ഭൂമി സ്വകാര്യ ഭൂവുടമകൾ നിയമവിരുദ്ധമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരിന് ഏറ്റെടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ നിയമാനുസൃതം ഈ വിഭാഗങ്ങൾക്ക്, ഭൂരഹിതരുള്ള ആദിവാസികളും ദലിതർക്കും തോട്ടം തൊഴിലാളികൾക്ക് കിട്ടാനുള്ള ഒരു വിഹിതം കിട്ടുകയാണെങ്കിൽ അവരുടെ ജീവിതം വൻതോതിൽ മാറ്റത്തിന് വിധേയമാകും. അത്തരം കാര്യങ്ങൾ ഗവൺമെൻറ് അഭിസംബോധന ചെയ്യുന്നില്ല. പിന്നെ ഇവരുടെ തന്നെ ഒരു 1ാം ജനറേഷനായിട്ടുള്ള പഠിതാക്കളുടെ പ്രശ്നം വരുമ്പം അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുന്നു. തൊഴിലവസരങ്ങളും തന്നെ പഴയതുപോലെ ഇല്ല. കാരണം ആകെയുള്ള തൊഴിൽ ഇത്തരം വിഭാഗങ്ങൾക്ക് സർക്കാർ നൽകുന്ന സംവരണം മാത്രമാണ്. ആ ഭൂമിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹാരിസന്റെ കയ്യിൽ മാത്രമല്ല, ഈ പട്ടയ ഭൂമിയുടെ മുകളിൽ കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം വയനാട്ടിൽ വളരെ ചർച്ചയായി മാറിയിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഏറ്റെടുത്തിരിക്കുന്ന 1000 ഏക്കറോളം വരുന്ന ഭൂമിയുടെ വലിയ വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഇതിപ്പോൾ രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ട് ഡോക്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നവരെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഹാരിസൺ കൈവശം വെച്ചിട്ടുണ്ടിരിക്കുന്ന എസ്റ്റേറ്റ്, T&R എസ്റ്റേറ്റ്, അങ്ങനെ കുറേയധികം എസ്റ്റേറ്റ് ഉണ്ട്. മധ്യ തിരുവിതാംകൂറിലെ റബ്ബർ തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളുമായി അനധികൃതമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കമ്മിറ്റി റിപ്പോർട്ടും അതിൻ്റെ തുടർ നടപടികളോടും പിന്നീട് വന്ന LDF ഗവൺമെൻറ് എന്ത് നയമാണ് സ്വീകരിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയം ഇത്തരം ഭൂമികളെല്ലാം തന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് ഘടകമാക്കി മാറ്റി ഭൂമിയുടെ മുകളിലൊരു ഭൂമിയെല്ലാം തന്നെ കമ്പോളത്തിൽ കൊണ്ടുവന്ന് ഒന്നുകിൽ അത് റിയൽ എസ്റ്റേറ്റുടെ കയ്യിലെത്തിക്കുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ തന്നെയുള്ള ആളുകൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവർക്കോ അവരുടെ സിൽബന്ധികളുടെയോ കയ്യിലെത്തിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഗവൺമെൻറ്റിന് ഉള്ളൂ. മറുവശത്ത് ഭൂപരിഷ്കരണ നിയമത്തെ തന്നെ പല നിലയിൽ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമിയിൽ സീലിംഗ് ഏർപ്പെടുത്തി, ജന്മികൾക്കും മറ്റൊക്കെ തന്നെ ഭൂമി കൈവശം വെക്കാവുന്നതിന് 15 ഏക്കർ എന്നുള്ള സീലിംഗ് കൊണ്ടുവന്നു. പാട്ടക്കാരായിട്ടുള്ള കുടിയാന്മക്കാർക്ക് ഭൂമിയിൽ സ്ഥിരാവകാശം കൊടുത്തു. ഇതെല്ലാം അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡാണ്. പക്ഷേ കേരളത്തിൽ ഇതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിരുന്ന വലിയൊരു കാറ്റഗറി ആയിരുന്നു തോട്ടം ഭൂമി. അത് ഒന്ന് തൊഴിലാളികളുടെ പ്രശ്നം നിർത്തിയും ദേശീയോൽപാദനത്തിൽ തോട്ടം മേഖല വലിയ പങ്കുവഹിക്കുന്നുള്ള ഒരു നെഹ്റുവിൻ കാലഘട്ടത്തിൻ്റെ കൺസെപ്റ്റ് നിലനിർത്തിക്കൊണ്ടാണ് തോട്ടം ഭൂമിക്ക് പരിധിയില്ലാതെ ഭൂമി കൈവശം വെക്കാൻ ഉള്ളൊരു അനുമതി കൊടുത്തിരുന്നത്. ആ പരിധി പതുക്കെ ദുർബലപ്പെടുത്താനുള്ള നിഗൂഢമായുള്ളൊരു നീക്കം ഇപ്പോൾ ഉണ്ട്. ഇപ്പോഴത്തെ ലാൻഡ് ബോർഡ് കമ്മീഷണറുടെ ഒരു ഉത്തരവിലൂടെ ഇത്തരം ഭൂമികൾ വളഞ്ഞ വഴിയിൽ വിറ്റ് ചെറു പീസസാക്കി കൊടുക്കാം എന്ന ഒരു ഉത്തരവ് ഇദ്ദേഹത്തിൻ്റെ പക്ഷത്തു നിന്നുണ്ടാക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് ഇപ്പം പിൻവലിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരാവകാശം വെച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ ഉത്തരവിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ അഥവാ ബ്രോച്ച എന്ന് പറയുന്നൊരു വ്യവസായ പ്രമുഖൻ വയനാട്ടിൽ ഈ പറയുന്ന 1000 ഏക്കർ ഭൂമി ഈ കാറ്റഗറിയിൽ നിന്ന് വിലക്ക് വാങ്ങിച്ചിരിക്കുന്നത്. വിലക്ക് വാങ്ങിച്ചു എന്നുള്ളത് മാത്രമല്ല, ഒരു റവന്യൂ മിനിസ്റ്റർ ഉൾപ്പെടെ ഇരിക്കുന്ന ഒരു യോഗത്തിൽ എൻ്റെ കയ്യിൽ 1000 ഏക്കർ ഭൂമിയുണ്ട്, ഞാൻ ഇതിൽ പണം നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് ചോദിക്കുന്ന തരത്തിൽ വലിയൊരു അഹംഭാവം കാണിച്ചിരിക്കുക.
ഈ കമ്പനിക്ക് ഒരു നിഗൂഢമായ താല്പര്യങ്ങളും വളരെ വ്യാജമായ താല്പര്യങ്ങളും ഉണ്ടെന്ന് വ്യക്തമാണ്. ഞാൻ അതുകൂടി പറയാതെ ഈ കടന്നു പോകുന്നുണ്ട്. അട്ടപ്പാടിയിൽ 2500 ഏക്കർ വരുന്ന ഫാം ലാൻഡ് മറ്റു ബിനാമി കമ്പനി വഴി 90 ഏക്കറിന് പാട്ടം പിടിച്ച് കൈവശമാക്കാൻ ശ്രമിച്ചിരുന്ന ഒരു ഗ്രൂപ്പാണ് ഇവർ. അവിടെ നിന്ന് ആദിവാസികൾ ഓടിച്ചു വിട്ടതാണ്. വ്യവഹാരത്തിലൂടെ പരാജയപ്പെടുത്തിയ ആദിവാസി ഭൂമിയാണെന്ന് കോടതിയിൽ തെളിയിക്കപ്പെട്ട അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പിന്മാറി. ഇദ്ദേഹമല്ല നേരിട്ട് അതിനകത്ത് വന്നിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ബിനാമി കമ്പനി തൃശ്ശൂരിൽ നിന്നാണ് ഈ ഭൂമി, അത് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട ചെറുപ്പക്കാരെയൊക്കെ മുൻനിർത്തിയിട്ട് ചെയ്തിരുന്നതാണ്. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞാൽ, ഈ ഹാരിസൺ എസ്റ്റേറ്റിൻ്റെയൊക്കെ തന്നെ ഈ റിപ്പോർട്ട് നിലനിൽക്കുന്ന അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഗവൺമെൻറ്റിന് 2 തരത്തിലുള്ള കാര്യങ്ങൾ വേണേൽ ചെയ്യാമായിരുന്നു. ഒന്ന്, ഭൂമി നിയമനിർമ്മാണത്തിലൂടെ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ സിവിൽ വ്യവഹാരത്തിലൂടെ. ഇത് പണ്ട് ബ്രിട്ടീഷുകാർ ഇട്ടേച്ചു പോയ തോട്ടങ്ങളാണെന്നും അത് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ടിനെ തുടർന്ന് സർക്കാർ നിക്ഷിപ്തമാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ സിവിൽ കോടതിയിൽ വ്യവഹരിച്ച് കൈവശത്താക്കാം. ഈ 2 ഓപ്ഷനാണ് ഗവൺമെൻറ് മുമ്പിൽ. അതുകൊണ്ട് മധ്യ തിരുവിതാംകൂറുള്ള കാര്യങ്ങളിലെല്ലാ ലാൻഡുകളും ഇപ്പം പാലാ സിവിൽ കോടതിയിൽ കേസിൽപ്പെട്ടിരിക്കുകയാണ്. സമാനമായൊരു നടപടി വയനാട്ടിലും നടക്കേണ്ടതാണ്. താങ്കളിപ്പോൾ ചോദിച്ച സംഭവത്തിൽ 60 എസ്റ്റേറ്റുകൾ അവിടെയുണ്ട്. അതിൽ ഹാരിസൺ ഉണ്ട്, ആയിഷ എസ്റ്റേറ്റ്, അങ്ങനെ കുറേയധികം ചെറുകിട എസ്റ്റേറ്റ്, പാരിസൺ ഉണ്ട്, അങ്ങനെയുള്ളത് ലിസ്റ്റൊക്കെ നമുക്ക് അറിയാം. അതിൽ ഒരെണ്ണത്തിലാണ് ബോബി ചെമ്മണ്ണൂർ 1000 ഏക്കർ വാങ്ങിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അടിയന്തരമായും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കഴിഞ്ഞ വർഷം തന്നെ ജില്ലാ കളക്ടർക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ ഭൂമി അടിയന്തരമായും ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി അതിനുള്ള പ്രാരംഭ നടപടികളുണ്ട്. അതിൻ്റെ പ്രാരംഭ നടപടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒറ്റ വഴിയുള്ളത് സിവിൽ കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ഇതുവരെ പോയിട്ടില്ല. ഞങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഏബിളായ ഒരു ഗവൺമെൻറ് പ്ലീഡറെ ഇതിൻ്റെ സർക്കാർ നിയോഗിച്ചാൽ മാത്രമേ ഈ തരത്തിലൊരു നടപടിയിലേക്ക് പോകാൻ പറ്റൂ എന്നാണ് ജില്ലാ കളക്ടർ അതിനകത്തൊരു അഭിപ്രായപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഭരണകൂടത്തിൻ്റെ പക്ഷത്തു നിന്ന് ഇത്തരം കാര്യങ്ങളിൽ സ്ലോ പ്രോസസ്സാണ് നടക്കുന്നത്. ആ സ്ലോ പ്രോസസ്സിനെ ദുരുപയോഗം ചെയ്താണ് ബോബി ചെമ്മണ്ണൂർക്കുള്ള ആളുകൾ ഇത്തരത്തിൽ തോട്ടം ഭൂമി ടൂറിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ തരം മാറ്റി പുതിയ പ്രതിഭാസത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിലേക്ക് ഈ 1000 ഏക്കറിൽ നിന്ന് എടുത്തിട്ട് 200 ഏക്കർ സർക്കാരിന് തിരിച്ചു നൽകാം എന്നൊരു വലിയ ഓഫറൊക്കെയാണ് കൊടുക്കുന്നത്. ഓഫറൊക്കെ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ അത് ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് അന്നേരം തന്നെ യഥാർത്ഥത്തിൽ റവന്യൂ മന്ത്രി അയാളെ ആ യോഗത്തിൽ ഇറക്കി വിടേണ്ടതാണ്. ഇത് ഗവൺമെൻറ് ഭൂമിയാണ്, ഗവൺമെൻറ് ഭൂമി ഇയാളെടുത്ത് ഞങ്ങൾക്കൊന്നും തരേണ്ടതില്ല എന്ന് പറയേണ്ടതാണ്. പക്ഷെ റവന്യൂ മന്ത്രിക്ക് അറിയാത്തത് കൊണ്ടോ എന്തോ ആ യോഗത്തിൽ അദ്ദേഹം മൗനിയായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് ഏത് നിമിഷവും ഏറ്റെടുക്കാവുന്നൊരു ഭൂമിയാണ്. പലപ്പോഴും കോടതിയിലും തന്നെ നല്ല വ്യവഹാരം നടക്കാത്തതുകൊണ്ടും കോടതിക്ക് പലപ്പോഴും ഇതിനകത്തൊരു കൃത്യമായുള്ള സ്റ്റാൻഡ് എടുക്കാൻ കഴിയാത്തത് കൊണ്ടും ആണ്. പക്ഷെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ഗവൺമെൻറ് നിയമത്തിൻ്റെ വഴി തേടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ഓപ്ഷനാണുള്ളത്. നിയമനിർമ്മാണത്തിലൂടെ ഇത് മിച്ചഭൂമിയെ മുഴുവൻ ഏറ്റെടുക്കുക, അതുമല്ലെങ്കിൽ വ്യവഹാരം നടത്തി ഇത് നിയമാനുസൃതം ഗവൺമെൻറ് നിക്ഷിപ്തമാണെന്നുള്ള സിവിൽ കോടതിയുടെ ഉത്തരവ് വാങ്ങിച്ചെടുത്തിട്ട് മറ്റടുത്ത നടപടിയിലേക്ക് പോകുക. ഈ 2 കാര്യത്തിലേക്കും പോകാനുള്ള ഒരു യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടി ഗവൺമെൻറ്റിൽ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൽ ഇടതുപക്ഷത്തിൽ CP ആണിത് കൈകാര്യം ചെയ്യുന്നത്. അവർക്ക് പാർട്ടിയിൽ തന്നെ 2 തരത്തിൽ ചിന്തിക്കുന്നവരുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. അട്ടപ്പാടിയിലൊക്കെ വൻതോതിൽ ആദിവാസി ഭൂമി തട്ടിയെടുക്കുന്ന വൻ ലോബികൾ അവിടെയുണ്ട്. ഇതൊന്നും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതല്ല. ഞങ്ങൾ തന്നെ പ്രക്ഷോഭത്തിലൂടെയും നിവേദനങ്ങളുടെ ഗവൺമെൻറ് മുമ്പാകെ എത്തിക്കുമ്പോഴും ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ CPയുടെ പക്ഷത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഗവൺമെൻറ്റിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം. പലപ്പോഴും ഗവൺമെൻറ്റിൽ സ്വാധീനം ചെലുത്തുന്ന തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയ ലോബികളും തമ്മിലുള്ള ചില ഇൻട്രാക്റ്റീവ് പ്രോസസ്സാണ് ലാൻഡിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. നിയമവും ഗവൺമെൻറ്റെല്ലാം പലപ്പോഴും നോക്കുകുത്തിയായി മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടാകുന്നു. അവിടെയാണ് ഈ വയനാട്ടിൽ 1000 ഏക്കറൊക്കെ വാങ്ങിച്ചിട്ട് ടൂറിസത്തിലേക്ക് ഇദ്ദേഹം പോകുമ്പോൾ സംഭവിക്കുന്നത്.